തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഭീകരനായി ചിത്രീകരിച്ചത് CPM-ലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെന്ന് അച്ചടക്ക നടപടിയെ തുടർന്ന് CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രമോദ് കോട്ടുളി. തന്നെ പുറത്താക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. CPM ഏരിയ കമ്മിറ്റി തന്നെ വിശ്വാസത്തിൽ എടുത്തില്ലെന്നും മുഴുവൻ കാര്യങ്ങളും വിശദീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും പ്രമോദ് പറഞ്ഞു. കൃത്രിമമായി ആക്കി വെക്കപ്പെട്ടതെല്ലാം എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഒരു പടയൊരുക്കമാണ് എന്ന് വിശ്വസിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വരില്ല എന്ന്. മനുഷ്യരുടെ സ്വഭാവത്തിനകത്ത് വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. ഇത്തരത്തിലുള്ള ഈ വ്യതിയാനങ്ങൾ CPM-നകത്ത് എത്ര കാലമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നു. ഞാൻ അതിനകത്തൊന്നും ഇടപെടാത്തതുകൊണ്ട് എനിക്കതറിയില്ല. PSC അംഗത്വത്തിനോ നിയമനത്തിനോ താൻ ആർക്കും പണം നൽകിയിട്ടില്ലെന്നും തനിക്കൊരു പരാതിയുമില്ലെന്നും വിവാദ വിഷയത്തിൽ പരാതിക്കാരൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ശ്രീജിത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു ആരോപണമില്ലെങ്കിൽ തന്നെ എന്തിനാണ് CPM-ൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് പ്രമോദ് കോട്ടുളി ചോദിക്കുന്നത്. മാത്രമല്ല, കൃത്യമായി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന നടത്തിയാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നും പ്രമോദ് പറയുന്നു. തനിക്കെതിരെ ആരോപണം വന്നപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ പാർട്ടി തയ്യാറാകണമായിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ വിശദീകരണം ഏരിയ കമ്മിറ്റി വിശ്വസിച്ചില്ല. പാർട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും പ്രമോദ് വ്യക്തമാക്കി. ഒരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന കൃത്രിമമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്തൊരു പരിവേഷം ഉണ്ടാക്കി ആ വാർത്തകൾ ചോർത്തി കൊടുത്ത് PSC അംഗമാക്കാൻ കോഴ കൊടുത്തു എന്ന് വാർത്ത കൊടുത്ത ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് ഈ സ്ക്രിപ്റ്റ് റൈറ്റർമാരാരാണ്? അത് നമുക്ക് കിട്ടണ്ടേ. പാർട്ടിക്കൊരു സംഘടനാ രീതിയുണ്ട്, കൺട്രോൾ കമ്മീഷൻ ഉണ്ട്. ആ കൺട്രോൾ കമ്മീഷനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും ഈ പറഞ്ഞ കാര്യങ്ങളുടെ വിശദീകരണം വെച്ചിട്ട് ഞാൻ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എനിക്കത് നിൽക്കണമെന്നില്ല. പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. എന്തിനാണ് തെറ്റിദ്ധരിക്കപ്പെടുത്തിയത്? എന്തിനാണ് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരു കഥയിലേക്ക് എന്നെ കൊണ്ടുവന്നത്? സ്വാഭാവികമായിട്ട് പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷന് മുന്നിൽ എനിക്ക് വിശദീകരിക്കേണ്ടി വരും. അപ്പം ഞാൻ അതും കൂടി അതിൻ്റെ കൂടെ നടത്തുന്നുണ്ട്. CPM-നകത്തെ വിഭാഗീയതയുടെ ഭാഗമായാണ് പ്രമോദ് പുറത്താക്കപ്പെട്ടത് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആർക്കു വേണ്ടിയും ബലിയാടാവാൻ തയ്യാറല്ല എന്നാണ് പ്രമോദ് പറഞ്ഞു വെക്കുന്നത്. ജനം, കോഴിക്കോട്.